തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും കർഷകർക്കും നല്ല കാലം. ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി തീരുവ കൂട്ടിയതും തമിഴ്നാട്ടിൽ ഉൽപാദനം കുറഞ്ഞതും മാത്രമല്ല കാരണം. പാം ഓയിലിന് വില കയറുന്നു. അതിനിടയിൽ ലോകത്തിന് 85% പാം ഓയിൽ നൽകുന്ന മലേഷ്യയിലും ഇന്തോനേഷ്യയിലും കുരു കുറഞ്ഞ വയസ്സൻ എണ്ണപ്പന വെട്ടിമാറ്റി പുതിയത് വയ്ക്കാൻ കർഷകർക്ക് മടി. തൈ വച്ചാൽ 5 വർഷമെങ്കിലും കഴിയാതെ കായ്ക്കില്ല. നല്ല വില കിട്ടുന്ന നേരത്ത് വരുമാനമില്ലാത്ത സ്ഥിതിയാണ്. അവിടങ്ങളിലെ ആ സ്ഥിതി ഇവിടെ തെങ്ങിന് രക്ഷ. സർക്കാരും എണ്ണക്കമ്പനികളും മനസ്സുവെച്ചാൽ പെട്രോളിനും ഡീസലിനും 2 മുതൽ 3 രൂപ വരെ കുറയ്ക്കാൻ കഴിയും. റേറ്റിംഗ് ഏജൻസിയായ ഇക്രയുടെ അഭിപ്രായം അതാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒക്ടോബർ 5-ന് ശേഷം വിലക്കുറവിന് സാധ്യതയെന്ന് വിലയിരുത്തലുകൾ. പാരസെറ്റമോൾ, പാൻഡി, കാൽസ്യം ഗുളികകൾ, പ്രഷർ, പ്രമേഹ ഗുളികകൾ എന്നിവയടക്കം 53 മരുന്നുകൾക്ക് നിശ്ചിത ഗുണനിലവാരമില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഔഷധ ഗുണനിലവാര നിയന്ത്രണ സ്ഥാപനം. ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ്, ആൽക്കം ലബോറട്ടറീസ്, മെഗ്ലൈഫ് സയൻസസ് തുടങ്ങിയ കമ്പനികളാണ് പ്രതിക്കൂട്ടിൽ. എഡ്യൂടെക് സ്ഥാപനമായ ബൈജൂസിനെതിരായ പാപ്പരത്ത നടപടി അവസാനിപ്പിക്കാനുള്ള ദേശീയ കമ്പനി നിയമ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ തീരുമാനം ചോദ്യം ചെയ്ത് US കേന്ദ്രമായുള്ള ഗ്ലാസ് ട്രസ്റ്റ് കമ്പനി നൽകിയ ഹർജി വാദം പൂർത്തിയാക്കി സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി. മണ്ണിട്ട് നികത്തി ഹൈവേ നിർമ്മിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ. വ്യാവസായിക നഗര പ്ലാസ്റ്റിക് മാലിന്യങ്ങളിട്ട് നികത്താനും അതിന് കഴിയാത്തപ്പോൾ മാത്രം മാന്തിയെടുത്ത മണ്ണ് ഉപയോഗിക്കാനും ബിൽഡർമാരോട് ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ചു. പരിസ്ഥിതിക്ക് കഴിവതും പരിക്കേൽക്കാതിരിക്കാനാണ് ഇത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com